20 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആഴ്സണൽ വീണ്ടും ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ കളിക്കാൻ പോകുന്നു. ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനൽ രണ്ടാം ലീഗായിരുന്നു കുറച്ച് മുമ്പ് കഴിഞ്ഞത്. അതും ആഴ്സണലിന്റെ ഹോം ഗ്രൗണ്ടായ എമിറേറ്റ്സിൽ വെച്ചിട്ട്. എതിരാളികൾ സിമിയോണിന്റെ അത്ലറ്റിക്കോ മാഡ്രിഡ്. പിന്നെയും സിമിയോണിന്റെ അത്ലറ്റിക്കോ മാഡ്രിഡ് തോറ്റു. സെമി ഫൈനൽ തോറ്റു 1-0. അപ്പോൾ ടോട്ടൽ അഗ്രിഗേറ്റ് 2-1 ആഴ്സണൽ ആർട്ടേറ്റഡ് ആഴ്സണല് ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിലേക്ക് കടന്നു. ഒരു മത്സരം കൂടി ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ ചാമ്പ്യൻസ് ലീഗ് എടുക്കാൻ പറ്റും. 20 വർഷത്തെ കാത്തിരിപ്പാണ്. 20 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ആർട്ടേറ്റഡ് ആഴ്സണൽ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ കളിക്കുന്നത്. കളി കഴിഞ്ഞിട്ട് അവരുടെ ആഹ്ലാദ പ്രകടനം കണ്ടാൽ അറിയാം അവർ എത്രത്തോളം ഈ ഫൈനലിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നു എന്ന്. അവരുടെ ആഹ്ലാദ പ്രകടനം കണ്ടാൽ അറിയാം. എന്തായാലും അവർക്ക് ആഹ്ലാദിക്കാൻ വകയുണ്ട്. ആ കാരണം അവർ ജയിച്ചത് സെമി ഫൈനലാണ്. അവർ ഫൈനലിലേക്ക് ക്വാളിഫൈ നേടിയിരിക്കുന്നു. കളിയിലെ സ്റ്റാർട്ടിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ 54% ബോൾ പൊസിഷൻ ആഴ്സണലിന്, 46% അത്ലറ്റിക്കോ മാഡ്രിഡ്. പക്ഷേ രണ്ടുപേരും 2 ഷോട്ട് ഓൺ ടാർഗറ്റ് ആണ്. പക്ഷേ 2 ഷോട്ട് ഓൺ ടാർഗറ്റിൽ ഒരെണ്ണം ആഴ്സണൽ വലക്കുള്ളിലാക്കി. 44 മിനിറ്റിൽ ബുക്കായോ സാക്കയാണ് ആഴ്സണലിന് വേണ്ടിയിട്ട് വിജയ ഗോൾ നേടിയത്. ആ ഗോളടിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ട്രൊസാർഡാണ്. ബോക്സിനുള്ളിൽ വെച്ച ട്രൊസാർഡ് ആ ബോൾ ഒന്ന് ഹോൾഡ് ചെയ്ത് അടിക്കാനുള്ള ഗ്യാപ്പ് നോക്കി ഹോൾഡ് ചെയ്ത് അത്രയും ഹോൾഡ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യം അത്ലറ്റിക്കോ മാഡ്രിഡ് ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഒന്ന് ഫ്രണ്ടിൽ കയറി അതൊന്ന് ക്ലിയർ ചെയ്യാമായിരുന്നു എന്ന് എനിക്കപ്പോൾ തോന്നി. ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് ട്രൊസാർഡ് ഷൂട്ട് ചെയ്തു. ഒബ്ലാക്ക് തടഞ്ഞിട്ട് റിട്ടേൺ വന്ന ബോൾ അവിടെ ഓൾറെഡി നമ്മുടെ ബുക്കായോസാക്ക കാത്തിട്ടുണ്ടായിരുന്നു. ബുക്കായോസാക്ക അത് വലയിലേക്ക് കോരിയിട്ടു. അങ്ങനെയാണ് ഗോൾ വന്നത് 44 മിനിറ്റിൽ. ഒന്ന് ഗോൾ അടിച്ചപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു മാക്സിമം ഇനി ആർട്ടേറ്റ കളിക്കാരോട് പറയാം മാക്സിമം ഡിഫെൻഡ് ചെയ്യാൻ നോക്കുക. അത് തന്നെയായിരുന്നു സെക്കൻഡ് ഹാഫ് തുടങ്ങിയ മുതൽ അവർ മാക്സിമം ഡിഫൻസ് തന്നെയാണ്. പക്ഷേ ഡിഫൻസ് പക്കായിരുന്നു. അവർ മാക്സിമം അവർ ഡിഫൻസ് പക്കായിരുന്നു. ഗംബ്രിയലൊക്കെ മരിച്ചാണ് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ഹാഫ് മാക്സിമം ആഴ്സണൽ ഡിഫൻസിലാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ 1-2 അവസരങ്ങൾ വീണ് കിട്ടിയ അവസരങ്ങൾ അവർ ഗോൾ അടിക്കാനും ശ്രമിച്ചിരുന്നു. പക്ഷേ കൂടുതൽ അവർ ഡിഫൻസിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഇനി അത്ലറ്റിക്കോ മാഡ്രിഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആഴ്സണലിന് കാണിച്ച ഇന്റൻസിറ്റിയുടെ അത്ര ഇന്റൻസിറ്റി അത്ലറ്റിക്കോ മാഡ്രിഡ് കാണിച്ചില്ല. പ്രത്യേകിച്ച് റീബൗണ്ട് വന്ന ബോളാണ് ആഴ്സണലിൽ ഗോളാക്കി മാറ്റിയത്. പക്ഷെ പലപ്പോഴും ഈ അത്ലറ്റിക്കോ മാഡ്രിഡിന് സെക്കൻഡ് വരുന്ന ബോളൊന്നും അവര് കൈക്കലാക്കാൻ നോക്കുന്നില്ല. അത്രയ്ക്കൊരു ഇന്റൻസിറ്റി ഇല്ല. പക്ഷെ ആഴ്സണലിന് വേണ്ടിയിട്ടുള്ള മത്സരം തന്നെയായിരുന്നു. 1-0 മത്സരം, 1-0 ഫലം. എന്നിരുന്നാൽ പോലും ആഴ്സണല് മാക്സിമം അവരുടെ എഫേർട്ട് എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗോക്കർസ് അവസാനം വരെ കളിച്ചു. ഗോക്കർസ് ഒരു ഫോർവേഡാണ് നമുക്കറിയാം. ഗോൾ അടിക്കാൻ വേണ്ടി മാത്രമേ ഇറക്കിയിട്ടില്ല എന്നറിയാം. പക്ഷേ ഗോക്കർസ് അടക്കം ബോൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് സമയം കളയാൻ വേണ്ടത് ആഴ്സണലിനെ. ബോൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നു. ഫിസിക്കാലിറ്റി ഉണ്ട് ഗോക്കർസിനെ. ബോൾ ഹോൾഡ് ചെയ്ത് വെച്ച് ഓട്ടോമാറ്റിക്കലി ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ അത്ലറ്റിക്കയുടെ കളിക്കാർ ബോൾ എടുക്കാൻ വേണ്ടി ബോൾ ഓൾറെഡി ഫൗളാവും. ഗോക്കർസ് വീഴും. ആ സമയം ആഴ്സണലിന് കിട്ടി. അമ്മാതിരി ബോൾ ഹോൾഡ് ചെയ്യണ ഒരു കളി ഇന്ന് ഗോക്കർസ് കാഴ്ചവെച്ചു. ഡിഫൻസ് മാത്രമല്ല കളി എല്ലാവരും അമ്മാതിരി പ്രകടനമാണ് ഇന്ന് കാഴ്ചവെച്ചത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേവിഡ് റായ്ക്ക് ഇന്ന് വലിയൊരു പ്രഷർ സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വല്ലപ്പോഴൊക്കെ പ്രഷർ സിറ്റുവേഷൻ വന്നിട്ടുള്ളൂ. അത്രയ്ക്കൊരു ഇന്റൻസിറ്റി അത്ലറ്റിക്കോ മാഡ്രിഡ് കാണിച്ചു എന്ന് ചോദിച്ചാൽ അത്ലറ്റിക്കോ മാഡ്രിഡ് കാണിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു പക്ഷം. പേഴ്സണലാണ് എൻ്റെ ഒരു പക്ഷം. ആഴ്സണൽ തന്നെയാണ് ഇത് നല്ല ഇന്റൻസിറ്റി കാഴ്ചവെച്ചത്. കാരണം അവർക്ക് ഇന്ന് എങ്ങനെയും ജയിച്ചേ പറ്റൂ. ഒരു ഗോളിന് കടിച്ചു നോക്കി ജയിച്ചേ പറ്റൂ. ആ ഒരു ഇന്റൻസിറ്റിയോട് കൂട്ടാണ് ആഴ്സണൽ കളിച്ചത്. അത് അവർ നേടിയെടുക്കുകയും ചെയ്തു. ഒരു പ്രാവശ്യം കൂടി ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനൽ ആ ഏരിയയിൽ വെച്ചിട്ട് സിമിയോണിയുടെ കാല് ഇടറി അത്ലറ്റിക്കോ മാഡ്രിഡ് പുറത്തായി. വേറെ സങ്കടകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമിയോണി ഓർക്കുമ്പോൾ നമുക്ക് സങ്കടമുണ്ട്. കാരണം കുറേ നാളുകളായി ചാമ്പ്യൻസ് ലീഗിൽ സെമി ഫൈനൽ എന്ന ലെവലിലൊക്കെ കുറേ ആയിട്ട് ഇവർ പുറത്താവണം. ശരിക്കും ഇവിടെ റയൽ മാഡ്രിഡാണ് ഇവരെ എപ്പോഴും പുറത്താക്കാറ് സെമി ഫൈനൽ ലെവലിലൊക്കെ. അത് മാറി ഇപ്പോൾ അവരൊന്ന് സെമി ഫൈനലിൽ കയറി ഇനി ഫൈനൽ കളിക്കുന്നു, കപ്പെടുക്കുന്നു എന്നൊക്കെ ഉള്ളൊരു സ്വപ്നം സിമിയോണി കണ്ടുണ്ടാവണം. പക്ഷെ ആഴ്സണലിന്റെ ഗ്രൗണ്ടിൽ വെച്ചിട്ട് ആഴ്സണലിന്റെ ഇന്റൻസിറ്റിയുടെ മറികടക്കാനുള്ളൊരു കരുത്ത് അവർക്ക് വന്നില്ല. പക്ഷെ അവർക്ക് ചെയ്യായിരുന്നു. ആദ്യ ലീഗിൽ അവർ ഹോം ഗ്രൗണ്ടായ റിയാദ് മെട്രോപൊളിറ്റാനിൽ വെച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ ഇതിനേക്കാൾ വലിയ ഇന്റൻസിറ്റി കാണിക്കായിരുന്നു. കാരണം അത് അവർ ഹോം ഗ്രൗണ്ടായിരുന്നു. അത് അവർ കാണിച്ചില്ല. 1-1 സമനിലയിൽ പിരിഞ്ഞാൽ അത് അവർക്ക് വല്ലാത്ത ചെയ്യും. പക്ഷേ എമിറേറ്റ്സിൽ വന്നപ്പോൾ ടോട്ടലി ഡിഫറെന്റ് ആയിരുന്നു. എമിറേറ്റ്സിന്റെ ക്രൗഡ്, ആഴ്സണൽ സപ്പോർട്ട് ചെയ്യുന്ന ക്രൗഡിന്റെ ഒക്കെ ഇത് നടുവിൽ അവർക്ക് കളിക്കാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല. പക്ഷെ ആ ക്രൗഡിന് മുഴുവൻ ആവേശവും ഏറ്റെടുത്തുകൊണ്ടാണ് ആഴ്സണൽ കളിച്ചത്. വെൽ ഡിസേർവ്ഡ്
ഞാൻ ഇന്നത്തെ കളി എന്തായാലും ആഴ്സണലിനെ കൊടുക്കും. ജയിച്ച കാരണം മാത്രമല്ല, അവരുടെ അത്രയ്ക്ക് പ്രകടനം അമ്മാതിരി അവരത് ഡിസേർവ്ഡ് ആണ്. അമ്മാതിരി പ്രകടനം കാഴ്ചവെച്ചത്. കൂടാതെ അത്ലറ്റിക്കോ മാഡ്രിഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രീസ്മാൻ്റെ അവസാനത്തെ ചാമ്പ്യൻസ് ലീഗ് ലെജൻഡാണ്. അദ്ദേഹം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ MLS പോകും എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ആഴ്ച ആഴ്സണൽ വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് ആദ്യപാദ സെമിഫൈനലിന് ശേഷം സെമിഫൈനലിൽ അദ്ദേഹത്തിൻ്റെ അത്ലറ്റിക്കോ മാഡ്രിഡ് ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ടുള്ള അവസാനത്തെ മത്സരമായിരുന്നു. അതും കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ആ അവസാന ഹോം ഗ്രൗണ്ട് മത്സരമാണെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, എന്നാണ് ഞാൻ കേട്ടത്. ഇത് അദ്ദേഹത്തിൻ്റെ അവസാന ചാമ്പ്യൻസ് ലീഗ് മത്സരം കൂടിയായി. ഒരു കപ്പ് എടുത്തിട്ട് ഇന്ന് വിടവാങ്ങാമെന്നുള്ള ലെവലിൽ നോക്കുമ്പോൾ ആഴ്സണൽ സംബന്ധിച്ചില്ല. അങ്ങനെ ഒരു സങ്കടകരമായ കാര്യം അതിൻ്റെ ഇടയിൽ നടന്നു. എനിവേ, വെൽഡൺ ആഴ്സണൽ ഇനി അടുത്ത ദിവസം നടക്കുന്ന PSG വേഴ്സസ് ബയൺ മ്യൂണിക്ക്, ദി ജയന്റ് മാച്ച്, അതിൻ്റെ വിജയം നേടും. പാരീസിൽ വെച്ച് നടന്ന ആദ്യ ലീഗിൽ 5-4, എൻ്റെ പൊന്നെ 9 ഗോൾ ത്രില്ലറായിരുന്നു. 5-4 എന്നുള്ള സ്കോറിന് പാരീസ് ജയിച്ചു, PSG ജയിച്ചു. എന്നെ പോലെ അവർ പോകാൻ പോകുന്നത് എവിടേക്കാണ്? ബുണ്ടസ് ലീഗയുടെ നാട്ടിലേക്കാണ്, ബയണിൻ്റെ നാട്ടിലേക്കാണ്. എന്താവുമെന്ന് തമ്പുരാനറിയാം. എന്തെങ്കിലും ഒരു ഹൈ ക്ലാസ് കളിയെ പ്രതീക്ഷിക്കാം. അതിൻ്റെ ഫൈനലിസ്റ്റുകളെ ആഴ്സണൽ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ നേടും.